ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ക്രീമിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ആണ്. അപ്പോൾ ക്രീം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കുകയൊന്നും ചെയ്യേണ്ട. നിങ്ങളെ വീട്ടിൽ തന്നെ ഉള്ള വെറും 3 ചേരുവകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി വെക്കുന്ന ഒരു ക്രീമാണിത്. ഇത് നിങ്ങൾക്ക് രാത്രി കിടക്കുമ്പോഴാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഉറപ്പായിട്ടും അടിപൊളി റിസൾട്ടായിരിക്കും. സ്കിൻ വൈറ്റനിങ്ങിന് ഇത്രയും നല്ലൊരു ക്രീം വേറെ ഉണ്ടാവില്ല. അപ്പോൾ അതിനാദ്യം വേണ്ടത് ഇതുപോലുള്ള ഒരു ക്യാരറ്റാണ് കേട്ടോ. ഒരു വലിയ ക്യാരറ്റ് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിടുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ഗ്രേറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ചെറിയ പീസസായി കട്ട് ചെയ്തിട്ടതിന് ശേഷം ഒരു 2-3 പ്രാവശ്യം പൾസ് ബട്ടണിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ജ്യൂസാക്കി എടുക്കരുത് കേട്ടോ, ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പിന്നെ നിങ്ങൾ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഈ ഒരു പ്രിപ്പറേഷന് ചെറിയൊരു മാറ്റം വരുത്തേനുണ്ട്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാരും നോർമൽ സ്കിന്നുകാരും ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ തയ്യാറാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ക്യാരറ്റ് നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ക്യാരറ്റിലേക്ക് നമുക്ക് ഒരു ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓയിൽ എന്ന് പറയുന്നത് വേറൊന്നല്ല, നമ്മളെല്ലാവരുടെ വീട്ടിലുള്ളത് കോക്കനട്ട് ഓയിലാണ്. പക്ഷേ കോക്കനട്ട് ഓയിൽ നിങ്ങൾ നല്ല ഫ്രഷ് കോക്കനട്ട് ആട്ടിയെടുത്ത വെളിച്ചെണ്ണ എന്നെല്ലാം പറയില്ലേ, ആ ഒരു വെളിച്ചെണ്ണ തന്നെ വേണം. അതാണ് നല്ലത്. കാരണം നമ്മളിത് ക്രീമായിട്ട് കുറച്ച് കാലം പുറത്ത് വെച്ച് ഉപയോഗിക്കുന്നതാണല്ലോ, അപ്പോൾ അതാണ് നല്ലത്. അപ്പോൾ ആദ്യം ഇതേപോലെയുള്ള ഒരു ഗ്ലാസിൻ്റെ കുപ്പി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലാണെന്ന് നിർബന്ധമാണ്. ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലേക്ക് നമ്മൾ അതായത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഓയിലി സ്കിന്നുകാരുണ്ടല്ലോ, ഈ ഓയിൽ ഒഴിക്കുന്ന ഭാഗം ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ഈ ക്യാരറ്റിൻ്റെ ജ്യൂസാണ് എടുക്കേണ്ടത്. ക്യാരറ്റിൻ്റെ ജ്യൂസ് എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം ബാക്കി എങ്ങനെയാണ് അവർ ചെയ്യേണ്ടത് എന്നുള്ളത്. ഡ്രൈ സ്കിന്നുകാർ ഇതേപോലെ, നോർമൽ സ്കിന്നുകാരും ഇതുപോലെ കുപ്പിയിലേക്ക് ഇട്ട് വെക്കുക. കുപ്പിയിലിട്ട് വെച്ചതിന് ശേഷം ഈ ക്യാരറ്റിൻ്റെ മേലെ കുറച്ച് പൊങ്ങി നിൽക്കുന്ന, അതായത് അതിൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രീതിക്ക് നമ്മൾ ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ടൈപ്പ് കോക്കനട്ട് ഓയിൽ ഒഴിക്കരുത് കേട്ടോ. വീട്ടിൽ തന്നെ ആട്ടി ഉണ്ടാക്കിയതാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അളവ് മനസ്സിലായല്ലോ. കോക്കനട്ട് ഓയിലിൻ്റെ കണക്ക് എന്ന് പറയുന്നത് നമ്മൾ എടുത്ത ക്യാരറ്റിൻ്റെ മേലെ പൊങ്ങി നിൽക്കുന്ന രീതിക്കുള്ള അളവ്. അതിനുശേഷം ഇത് അടച്ച് വെച്ച് ഒരു 24 മണിക്കൂർ ഇതിങ്ങനെ സൂക്ഷിക്കണം കേട്ടോ. 24 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഈ ക്രീം തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു ദിവസം നമുക്ക് ഇങ്ങനെ അങ്ങ് വെക്കുക. പിന്നെ കൂടുതൽ നേരം, ഈ 24 മണിക്കൂർ ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനൊരു ബാഡ് സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഓയിൽ ഞാനൊരു 24 hours വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട്. കൂടുതൽ നേരം വെക്കരുത്, ഒരു ദിവസത്തിൽ കൂടുതൽ വെക്കരുത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഓയിൽ നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് മാറ്റിയെടുക്കണം. ക്യാരറ്റ് ഒഴിവാക്കിയതിന് ശേഷം ഇതിൻ്റെ ഓയിൽ മാത്രം നമ്മൾ ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കണം. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ, നിങ്ങൾ വിചാരിക്കേണ്ട ഭയങ്കര ഇടങ്ങാറാണ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഓയിലിൻ്റെ കളറ് കണ്ടോ. ഇത് രാത്രി കിടക്കുമ്പോൾ നമ്മൾ ഡെയിലി നമുക്കിത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ചെറിയ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടല്ലോ, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ ഓയിൽ മാത്രം തേച്ച് കൊടുക്കാവുന്നതാണ്. അതവർക്ക് നല്ലതാണ്. ചെറിയ കുട്ടികൾക്ക് ഈ ഓയിൽ മാത്രം തേച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു ക്രീം 10 വയസ്സിൻ്റെ മേലുള്ളവർ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഓയിലി സ്കിന്നുള്ളവർ ഈ ഓയിൽ എടുക്കുന്നതിന് പകരം ക്യാരറ്റിൻ്റെ ജ്യൂസാണ് എടുക്കേണ്ടത് കേട്ടോ. അവർ തയ്യാറാക്കേണ്ട രീതി എന്ന് പറയുന്നത് ഈ ഒരു ഓയിലിൻ്റെ കാര്യം അങ്ങ് കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്താളിയാൽ. അതിനുശേഷം ക്യാരറ്റിൻ്റെ ജ്യൂസ് മാത്രം എടുക്കുക. ക്യാരറ്റിൻ്റെ ജ്യൂസ് എടുത്തതിന് ശേഷം ബാക്കിയുള്ള സ്റ്റെപ്പ് ഇതേപോലെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂണോളം കംപ്ലീറ്റ്, 1.5 ടേബിൾ സ്പൂൺ കംപ്ലീറ്റ് അലോവേര ജെല്ലാണ്. നല്ല ഫ്രഷ് അലോവേര ജെല്ലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ പുറത്തുനിന്ന് നിങ്ങൾ വാങ്ങുന്ന അലോവേര ജെല്ലാണെങ്കിൽ അതൊരു 99% പ്യുവർ അലോവേര ജെല്ല് തന്നെ ആയിരിക്കണം. അപ്പോൾ ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം, 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ മാക്സിമം നിങ്ങൾക്ക് അലോവേര ഓയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓയിലി സ്കിന്നുകാർ ഈ ഓയിലിന് പകരം ക്യാരറ്റിൻ്റെ ജ്യൂസിലാണ് അലോവേര ഓയിൽ ജെല്ല് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്യാരറ്റും അലോവേരയും കൂടി മിക്സായി കിട്ടിയിട്ട് ഇതിൻ്റെ കളറ് മാറണം. അതായത് ഇപ്പോൾ ഇതൊരു നല്ലൊരു ഓറഞ്ച് കളറല്ലേ ഉള്ളത്. ഈ ഒരു ഓറഞ്ച് കളറ് മാറിയിട്ട് ജസ്റ്റ് എന്താ പറയുക, ഒരു ഏകദേശം ഒരു യെല്ലോയിഷ്, ഒരു ക്രീം കളറായിട്ട് വരും. ഒരു യെല്ലോയിഷ് ക്രീം ഉണ്ടല്ലോ, ആ ഒരു കളറിലേക്ക് ഇത് ചേഞ്ച് ആവും. അപ്പോൾ നല്ലോണം തന്നെ ബീറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അടുത്ത് വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലോണം
ബീറ്റ് ചെയ്യുക. കുറച്ച് സമയം തന്നെ നമ്മൾ ബീറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ആ ഒരു പണിയാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ആ ഒരു ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ നമ്മളിത് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് അല്പസമയം തന്നെ നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കണ്ടോ ഇതായി വന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇപ്പോൾ ഒരു ക്രീമി കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇത് കണ്ടോ നല്ലൊരു ക്രീമിൻ്റെ പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇതൊരു നൈറ്റ് ക്രീമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഫുൾ ബോഡിയിൽ ഇത് യൂസ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും യൂസ് ചെയ്താൽ പിമ്പിൾസ് എല്ലാം വരുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് മുഖത്ത് യൂസ് ചെയ്യാൻ പറ്റിക്കില്ലേ, നിങ്ങളെ കൈയിനും കാലിനും ഇത് യൂസ് ചെയ്താൽ നല്ല കളറ് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് ക്രീമാക്കി വെച്ചതിന് ശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിലേക്ക്, നല്ല എയർ ടൈറ്റ് ബോട്ടിലേക്ക് വെച്ച് നമുക്കിത് കുറച്ച് കാലം, അതായത് ഷെൽഫ് ലൈഫ് തന്നെ ഇതിന് കുറച്ച് കാലം ഉണ്ടാവുന്നതായിരിക്കും. ഇനി നിങ്ങൾക്കിത് കേടായി പോകുന്നുണ്ട് എന്നുള്ള പേടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് കാലം തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. റിസൾട്ട് എന്ന് പറയുന്നത് അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഇത് 10 വയസ്സിൻ്റെ മേലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാം. പിന്നെ ഓയിലി സ്കിന്നുകാർ എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡെയിലി രാത്രി കിടക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അധികം ചിലപ്പോൾ അറിയായിരിക്കും ക്യാരറ്റ് ഓയിൽ, ക്യാരറ്റ് ക്രീമെല്ലാം നമ്മുടെ സ്കിന്ന് വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം സഹായിക്കും എന്നുള്ളത്. ക്യാരറ്റ് ജ്യൂസ് ആയാലും ക്യാരറ്റ് വെറുതെ കഴിക്കുന്നതായാലും എല്ലാം നമ്മുടെ ശരീരത്തിനും സ്കിന്നിനും നല്ലതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.